നമുക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ ആ വിഷൻ നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ ഒരു വിഷ്വലൈസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിലോ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ വിഷനിൽ ഉള്ളത് 5 വർഷമോ 10 വർഷമോ 15 20 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എന്തായിരിക്കും എങ്ങനെയായിരിക്കും വിഷനിലൂടെ കാണാൻ പറ്റുകയാണെങ്കിൽ നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു ബോർഡിലേക്ക് മാറ്റാം, അതൊരു പിക്ചറൈസ് ചെയ്തിട്ട് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന പോലെ വെക്കുന്നതിന് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ആ വിഷൻ ബോർഡ് നമ്മൾ പ്രിന്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ സ്പെഷ്യലായിട്ട് കാണുന്ന ഒരു ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ചെന്നിരിക്കുന്ന സ്ഥലം നമ്മുടെ വീട്ടിലെ ഏത് ഭാഗമാണെന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും അത് വെച്ചുകൊണ്ട് എപ്പോഴും കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് കൂടുതൽ പതിക്കാനും അത് നമുക്ക് കൂടുതൽ ഊർജ്ജത്തിലേക്ക് നമുക്ക് തരാനും നമുക്ക് ആ വിഷനിലേക്ക് കൂടുതൽ ദൂരം നമുക്ക് പെട്ടെന്ന് സഞ്ചരിക്കാനൊക്കെ സഹായിക്കും. ആ ഒരു വിഷൻ ബോർഡ് ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുക. കാരണം അത് ആ വിഷൻ ബോർഡിലൂടെ നമുക്ക് നമ്മുടെ വിഷനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുകയാണ്, നമ്മൾ കാണുകയാണ് നമ്മൾ എവിടേക്കാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത് എന്നുള്ളതൊക്കെ തിരിച്ചറിവ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നതാണ് വിഷൻ ബോർഡ്. അപ്പോൾ എല്ലാവരും ആ വിഷൻ ബോർഡ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലത് ഒട്ടിച്ചു വയ്ക്കാനൊക്കെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. നമുക്ക് ഓരോ നിമിഷം അത് കാണുമ്പോൾ നമ്മുടെ ഊർജ്ജം നമുക്ക് കൂടുതൽ കിട്ടാൻ ആ വിഷനിലേക്ക് നമ്മൾ എത്തിപ്പെടാനായിട്ട് പെട്ടെന്ന് സഹായിക്കുകയും ചെയ്യും.